നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭയിലെ 23-ാം വാർഡിൽ നവീകരിച്ച മഹാത്മാഗാന്ധി റോഡ് തുറന്നുകൊടുത്തു. അച്ചടി മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡന്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ EDക്ക് മുന്നിൽ ഹാജരായി. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭയിലെ 23-ാം വാർഡിൽ നവീകരിച്ച മഹാത്മാഗാന്ധി റോഡ് തുറന്നുകൊടുത്തു. ലയൺസ് ഹാളിൽ നടത്തിയ ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിവു അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ VJ ജോജി, ദേവസിക്കുട്ടി പനേക്കാടൻ, സാജു പാത്താടൻ, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ബാബു ജോസ് പുത്തനങ്ങാടി, IDBI മാനേജർ KP നിതിൻ എന്നിവർ സംസാരിച്ചു. സ്തുത്യർഹ സേവനത്തിന് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ S കിരണിനെ യോഗത്തിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വയോജനങ്ങൾക്ക് കുടകളും വിതരണം ചെയ്തു. പറയുന്നത് വന്ന വഴി സൗത്ത് ഏഷ്യന്ന് അന്ന് റോഡുണ്ടായിരുന്നില്ല. പാടത്തിന്റെ വരമ്പത്ത് കൂടി നമ്മുടെ അല്ലെ ആ വരമ്പത്ത് കൂടി നേരെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തിന്ന് പറഞ്ഞു. ആ പാടവരമ്പ് ഇന്ന് നല്ല റോഡായി മാറി. ആ റോഡ് കഴിഞ്ഞ ദിവസം നഗരസഭ നമുക്ക് ഫണ്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഭൗതികമായി റോഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി തകർന്നിരുന്ന റോഡാണ്. കഴിഞ്ഞ നഗരസഭ കാലഘട്ടത്തിലാണ് അതിന് വേണ്ട തുക ലഭിച്ചത്. ഇപ്പോൾ നിലവിലുള്ള കൗൺസിലർ താല്പര്യം VJ ജോലിയുടെ താല്പര്യം എടുത്തുകൊണ്ട് അത് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ നാടിൻ്റെ കൗൺസിലർ ശ്രദ്ധിച്ചൊക്കെയാണ് അതിന് ലഭിച്ചത്. പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇതിനുള്ള കൗൺസിലർ താല്പര്യപ്പെടുന്നത് പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി തീർച്ചയായും ഭൗതിക വികസനങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും അത് സർക്കാരിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറ്റ് CSR ഫണ്ടുകളും നല്ല മനസ്സുള്ള ആളുകളിൽ നിന്നുള്ളതൊക്കെ പണം സമാഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചടി മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു.
സമ്മേളനം ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ നാലി ഷിബു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രിന്റിംഗ് മേഖലയിലെ പ്രവർത്തകരും പങ്കാളികളായി. അച്ചടി മേഖലയെ സംരക്ഷിക്കുന്നതിനും നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനുമായി കൂട്ടായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഉൽപാദന ചെലവ് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ വർദ്ധിച്ച ചെലവിന് അനുസൃതമായി പ്രിന്റിംഗ് ജോലികളുടെ നിരക്ക് 20% വർദ്ധിപ്പിക്കുവാനും തീരുമാനമുണ്ടായി. ഈ വർഷം SSLC, +2, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിക്കുകയും ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത്, സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി, ജില്ലാ സെക്രട്ടറി പി ബിജു, സംസ്ഥാന സമിതി അംഗം TS ബൈജു, മേഖലാ രക്ഷാധികാരി CK ഷൺമുഖൻ, സെക്രട്ടറി ബാബു കരിപ്പായി, ട്രഷറർ അജി ജേക്കബ്, വൈസ് പ്രസിഡന്റ് ജോയ് അക്ഷര എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡന്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ മാനേജർ മോൺഷന്യൂർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. BS ട്രെയിനിംഗ് ഹബിന്റെ ഡയറക്ടർ ബിനു കാളിയാടൻ സക്സസ് ഇൻ എ റാപ്പിഡലി ചേഞ്ചിങ് വേൾഡ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് എക്സൈസ് പ്രിവെന്റിംഗ് ഓഫീസർ TK സന്തോഷ് ജീവിതം തന്നെ ലഹരി എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. സപ്തസദസ്സിന്റെ നേതൃത്വത്തിൽ സഹൃദയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മാറ്റേകി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത മനോജ്, ഡീൻ ഓഫ് അക്കാദമിക്സ് ഡോക്ടർ MB ഷീബ, PTA പ്രസിഡന്റ് K മനോഹരൻ എന്നിവർ സംസാരിച്ചു. സൈബർ സെക്യൂരിറ്റി ഏകദേശം പ്രോഗ്രാമുകൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലഭ്യമാക്കുന്നു. ഉന്നതമായ വിദ്യാർത്ഥികളെ സമഗ്രമായ സെലക്ഷൻ നൽകി ചേർന്നതാണ് ഈ ഒരു കുടുംബം. അതിലൊരു കുടുംബത്തിലെ അംഗങ്ങളായി ഇന്ന് ഏകദേശം 600ഓളം നവാഗതരാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ജാതി മത ഭേദമന്യേ കടന്നു വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെയും എന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. മാതാപിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് സഹൃദയ അഡ്വാൻസ് കോളേജ് വളരെ സന്തോഷത്തിലാണ്. ഇതിൻ്റെ കാരണം നമ്മുടെ വീടുകളിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ദേശീയപാതയോരത്ത് എളവൂർ കവലയിൽ ഹോട്ടലിൽ മോഷണം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. തിങ്കളാഴ്ച രാത്രി കട അടച്ചു ജീവനക്കാർ പോയതിനു ശേഷം 12 മണിയോടെയായിരുന്നു മോഷ്ടാവ് എത്തിയത്. ഹോട്ടലിന്റെ കിച്ചൺ പ്രവർത്തിക്കുന്ന പിൻഭാഗത്ത് ഷീറ്റ് ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്തേക്ക് പ്രവേശിച്ചത്. അകത്ത് പലയിടങ്ങളിലും പരിശോധന നടത്തി ക്യാഷ് കൗണ്ടറിൽ നിന്നും പണവും എടുത്താണ് മോഷ്ടാവ് പുറത്തേക്ക് പോയത്. മോഷ്ടാവ് എത്തുന്നതിന്റെയും പണം എടുക്കുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫിറോസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് മോഷണം നടന്നത്. ഉടമ അങ്കമാലി പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 200 രൂപയാണ് കുറഞ്ഞത്.
ഒരു പവൻ സ്വർണത്തിന്റെ വില 1,10,800 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാമിന് 13,850 രൂപയായി. ശനിയാഴ്ച ഒറ്റയടിക്ക് 2,160 രൂപ കൂടിയതോടെ വിലയിൽ വർധനവിന്റെ ട്രെൻഡ് തുടങ്ങി. 3 ദിവസത്തിനിടെ 4,300 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ആഴ്ച 5,000 രൂപയിലധികം ഇടിവുണ്ടായതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഉയരാൻ തുടങ്ങിയത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ EDക്ക് മുന്നിൽ ഹാജരായി. കൊച്ചി ED ഓഫീസിൽ രാവിലെ 10:30 വീണ ഹാജരായത്. ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. ചോദ്യം ചെയ്യൽ കണക്കിലെടുത്ത് കൊച്ചി ED ഓഫീസിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സാലോജിക് കമ്പനി ഉടമയായിരുന്ന വീണയോട് ED ചോദിച്ചറിയും. വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യം ചൂണ്ടിക്കാട്ടി സാവകാശം തേടുകയായിരുന്നു. വീണയെ ചോദ്യം ചെയ്യാൻ ED വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. CMRLൽ നിന്ന് ലഭിച്ച 2.78 കോടി എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ED വ്യക്തത തേടും. CMRL ഉദ്യോഗസ്ഥർ മുമ്പ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയും ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. CMRL എക്സാലോജിക് കേസിൽ ഇതാദ്യമായാണ് വീണയെ ED ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലുമടക്കം വിവിധയിടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ചില രേഖകൾ ലഭിച്ചുവെന്ന് ED വ്യക്തമാക്കിയിരുന്നു. SFIOയുടെ കൈവശമുള്ള രേഖകൾ അടക്കം EDക്ക് ലഭിച്ചിട്ടുണ്ട്. 2016-2017 കാലത്ത് തുടങ്ങിയതാണ് എക്സാലോജിക്കും CMRLുമായിട്ടുള്ള കത്തിടപാടുകൾ കരാർ രേഖകളും ED സമാഹരിച്ചിട്ടുണ്ട്. 2016 വീണയും CMRLും തമ്മിൽ കരാർ ഒപ്പിടുന്നത്. 2017 എക്സാലോജിക്കും CMRLും തമ്മിലും കരാറിൽ ഏർപ്പെടുന്നുണ്ട്. കൂടാതെ ശശിധരൻ കർത്തയുടെ കുടുംബത്തിന് ബന്ധമുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും വീണ ലോൺ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ED ഉദ്യോഗസ്ഥർ ചോദിച്ചറിയും. മാസപ്പടി കേസിൽ EDക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിന് പിന്നാലെ ED ഡയറക്ടർ കൊച്ചിയിലെത്തി ഉന്നതതല യോഗം ചേർന്ന് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്നലെ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത, മകൻ ശരൺ S കർത്ത, മകൾ ഷിബി കർത്ത എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. നീറ്റ് പുനഃപരീക്ഷ രാജ്യത്ത് നടക്കാനിരിക്കെ പ്ലേ സ്റ്റോറിൽ നിന്നും ടെലഗ്രാം ആപ്പ് ഗൂഗിൾ നീക്കി. ആപ്പിളിനോടും ആപ്പ് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ ഉപഭോക്താക്കൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാകില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ നടപടി. ചോദ്യപേപ്പർ ചോർച്ച മാഫിയകളുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത്. നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ പുനഃപരീക്ഷ പൂർത്തിയാകുന്ന ജൂൺ 22 വരെയാണ് നിരോധനം. പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചാരണങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ടെലഗ്രാം ആപ്പ് വ്യാപകമായി ഉപയോഗിച്ചുവെന്നും പരാതി ഉയർന്നിരുന്നു. പേപ്പർ ലീക്ഡ് നീറ്റ്, റീനീറ്റ് 2026, പ്രൈവറ്റ് മാഫിയ, റീനീറ്റ് മാഫിയ തുടങ്ങിയ പേരുകളിലുള്ള ടെലഗ്രാം ചാനലുകൾ വഴി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ലഭ്യമാണെന്ന് പരസ്യപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. ആപ്പിലെ മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾ 1930 ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാഴാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരസഭയിലെ 23-ാം വാർഡിൽ നവീകരിച്ച മഹാത്മാഗാന്ധി റോഡ് തുറന്നുകൊടുത്തു.
അച്ചടി മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡന്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ EDക്ക് മുന്നിൽ ഹാജരായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.